ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഉദാസീനതയും പിടിപ്പുകേടും മൂലമാണ് നീറായിക്കോട് നിവാസികൾക്ക് പട്ടയം നൽകാൻ കഴിയാതിരുന്നതെന്ന് PS സുബാൽ MLA. ഭൂമിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ വഴിവെട്ടിയാൽ മാത്രമേ കഴിയൂ. 2016-ൽ ഇവിടെ ഭൂമി അനുവദിച്ചുവെങ്കിലും വഴിയില്ലാത്തതിനാൽ ഭൂവുടമകൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനോ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് MLA ഇടപെടുകയും ഭൂവുടമയായി സംസാരിക്കുകയും വഴിക്കായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തുക അനുവദിക്കുകയും പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടെത്തിയ നിലവിലത്തെ ഭരണസമിതി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂവുടമയുമായി ചർച്ച നടത്തി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് MLA പറയുന്നു. പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്വപരമായ നടപടി മൂലം 68ഓളം കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആരൊക്കെ മുടക്കിയാലും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും നീറായിക്കോട് നിവാസികൾക്ക് പട്ടയം നൽകും. ഇതിനായി ഭൂവുടമയുമായി വീണ്ടും ചർച്ച നടത്തും. പഞ്ചായത്ത് അധികൃതർ ഒന്ന് ചർച്ച നടത്തിയിരുന്നെങ്കിൽ താൻ ഒപ്പിട്ട് നൽകുമായിരുന്നുവെന്ന് ഭൂവുടമ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് തോന്നിയ മനസ്സലിവ് പോലും പലർക്കും ഇല്ലാതെ പോയെന്നും MLA കുറ്റപ്പെടുത്തി. നീറായിക്കോട് നിവാസികളുടെ പട്ടയമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും പുനലൂർ താലൂക്ക് തല പട്ടയമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തവേ MLA വ്യക്തമാക്കി. സമിതി തീരുമാനിച്ചാലും ആ പാവപ്പെട്ട ആളുകൾക്ക് വഴി ഉണ്ടാക്കി കൊടുത്ത് ആ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഭൂമിയിലേക്ക് അവിടെ പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആ രാജുലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അദ്ദേഹം MLA അല്ല, അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ല, ഒരു പൊതുപ്രവർത്തകനല്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകളുണ്ട്. എന്നെ ഒരു വാക്ക് പഞ്ചായത്ത് വിളിച്ച് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അത് ഒപ്പിട്ട് കൊടുത്ത് തയ്യാറാകുമായിരുന്നു. ആ മനുഷ്യന് ഉണ്ടായ ഒരു വികാരം പലർക്കും ഉണ്ടായില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഞാൻ പറയുക. ഞാൻ മറ്റു കാര്യങ്ങളിൽ പറഞ്ഞു. തീർച്ചയായും പട്ടയ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഭൂരഹിതരില്ലാത്ത പുനരൂർ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നാട്ടുവാർത്ത, കുളത്തുപുഴ.